ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു TechiSpace Malayalam. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗിവുകൾ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Poco X2ൻ്റെ ക്യാമറ റിവ്യൂ ആണ്. Poco X2ൽ റിയർ ക്യാമറ ക്വാഡ് ക്യാമറയാണ് വരുന്നത്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും ചേർന്നാണ് ക്വാഡ് ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഡുവൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 20 മെഗാ പിക്സലിൻ്റെയും 2 മെഗാ പിക്സലിൻ്റെയും രണ്ട് ക്യാമറകളാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Poco X2ൻ്റെ കംപ്ലീറ്റ് ക്യാമറ പെർഫോമൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി റിവ്യൂയിലേക്ക് പോകാം. ഇൻബിൽറ്റ് ക്യാമറയിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സ്ലോ മോഷൻ, ഷോർട്ട് വീഡിയോ, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, 64 മെഗാ പിക്സൽ മോഡ്, പോർട്രേറ്റ്, നൈറ്റ് മോഡ്, പനോരമ, പ്രോ മോഡ്, അതുപോലെ തന്നെ വൈഡ് ആംഗിൾ, HDR ഓപ്ഷൻസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഷോർട്ട് വീഡിയോ, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, പനോരമ എന്നീ മോഡ്സ് അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറയിൽ നൈറ്റ് മോഡ്, സ്ലോ മോഷനൊന്നും നമുക്ക് അവൈലബിൾ അല്ല. റിയർ ക്യാമറയിൽ നമുക്ക് 60 ഫ്രെയിംസിലും 30 ഫ്രെയിംസിലും 180p വീഡിയോ അല്ലെങ്കിൽ 720p വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷേ അത് 30 ഫ്രെയിംസിലാണ് മാക്സിമം നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഫ്രണ്ട് ക്യാമറയിൽ 720p വീഡിയോ 180p വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ ഇല്ല. അതും 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. Poco X2 ഒരുവിധം നല്ല ക്യാമറ പെർഫോമൻസ് ഉള്ള ഒരു ഫോണാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഇമേജസൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഡേ ലൈറ്റ് കണ്ടീഷനിലും ലോ ലൈറ്റ് കണ്ടീഷനിലും ഒക്കെ ഒരുപാട് സാമ്പിൾ ഇമേജസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സാമ്പിൾ ഇമേജസൊക്കെ ഒന്ന് കണ്ട് ക്യാമറയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വിലയിരുത്താം. അപ്പോൾ ഇനി നമുക്ക് സാമ്പിൾ ഇമേജസ് കാണാം. നമുക്ക് നോർമൽ മോഡിൽ നല്ല ഇമേജസാണ് നമുക്ക് പോക്കോയിൽ എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഇമേജാണ്. നല്ല കളർ കറക്ഷനോട് കൂടി തന്നെയാണ് നമുക്ക് ഇമേജസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇമേജ് നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഇമേജാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇമേജിൻ്റെ ക്വാളിറ്റി ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഇനി നമുക്ക് പോർട്രേറ്റ് ഇമേജസിലേക്ക് വരാം. പോർട്രേറ്റ് ഇമേജസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു ഓവറായിട്ടുള്ളൊരു കളറിങ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് തന്നെയാണ്. നമുക്ക് 2-3 ഇമേജ് സാമ്പിൾ കൂടി നോക്കാം. നമുക്ക് Poco X2ൽ അൾട്രാ മാക്രോ മോഡ് ഇല്ല, മാക്രോ മോഡാണുള്ളത്. അപ്പോൾ മാക്രോ മോഡിലെടുത്ത 1-2 ഇമേജ് സാമ്പിളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നമുക്കൊരു ആവറേജ് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോർമൽ ആൻഡ് വൈഡ് ആംഗിൾ ഇമേജസിലേക്ക് വരാം. നമുക്ക് വൈഡ് ആംഗിളിൽ നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഏരിയ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് Poco X2ൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസ് ആണ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. നമുക്ക് ആ സൂം ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി, ഇമേജിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. സൂം ചെയ്താലും ആ ഒരു ക്വാളിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നില്ല.
ഇനി നമുക്ക് 64 മെഗാ പിക്സൽ മോഡിലേക്ക് വരാം. 64 മെഗാ പിക്സലിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസ് ആണ് പോക്കോ X2 എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. നല്ല കളർ ഡെപ്തോട് കൂടി തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ചില ഇമേജസിലൊക്കെ കുറച്ച് അൺനാച്ചുറൽ ആയിട്ട് കളറൊക്കെ കയറി വന്നിട്ടുണ്ട്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി കളറിങ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ചില മോഡൽ പ്രത്യേകിച്ച് നമ്മൾ പൂവിൻ്റെ ഫോട്ടോ എടുക്കുമ്പോഴാണ് കുറച്ച് നമുക്കൊരു ഓവറായിട്ട് കളർ കാണുന്നത്. ബാക്കി നോർമൽ ഇമേജസിനൊന്നും അങ്ങനെ ഒരു എഫക്റ്റ് നമ്മൾ കണ്ടില്ല 64 മെഗാ പിക്സൽ മോഡൽ. അതുപോലെ തന്നെ 64 മെഗാ പിക്സലിൻ്റെ ഇമേജസ് നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് റിയർ ക്യാമറ യൂസ് ചെയ്തെടുത്ത ഒരു വീഡിയോ സാമ്പിളാണ്. ഇവിടെ നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ ആണ്. അധികം സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല, പക്ഷെ എന്നിരുന്നാലും ഒരു നോർമൽ സ്റ്റെബിലൈസേഷൻ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള വീഡിയോ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് റിയർ ക്യാമറ യൂസ് ചെയ്തെടുത്തൊരു സ്ലോ മോഷൻ വീഡിയോ ആണ്. ഇവിടെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സ്ലോ മോഷൻ വീഡിയോ ലഭിച്ചിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് സെൽഫി ക്യാമറയിലേക്ക് വരാം. സെൽഫി ക്യാമറയിലും നമുക്ക് നല്ല ഫോട്ടോസ് ആണ് എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡിലാണെങ്കിലും നല്ല ഇമേജ് തന്നെ നമുക്ക് സെൽഫി ക്യാമറയിൽ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 20+2 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് പോക്കോ X2 വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്തൊരു സെൽഫി വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അവിടെയും നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് നോയ്സ് ഒന്നും നമുക്ക് വീഡിയോനകത്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല. നല്ലൊരു ഫ്രണ്ട് ക്യാമറ ടോട്ടൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡയലൈറ്റ് കണ്ടീഷനിൽ നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഡിവൈസ് ആണ് പോക്കോ X2 എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇനി നമുക്ക് ലോ ലൈറ്റ് കണ്ടീഷനിൽ നമുക്ക് പ്രത്യേകിച്ച് നൈറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പോക്കോ X2 എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതുപോലെ നൈറ്റ് മോഡൊക്കെ ഉണ്ട്. നമുക്ക് നോർമൽ മോഡല്ലാതെ നൈറ്റ് മോഡൊക്കെ സ്പെഷ്യലായിട്ട് നൈറ്റ് മോഡൊക്കെ ഉണ്ട് പോക്കോ X2. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് എത്രത്തോളം ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കുറച്ച് സാമ്പിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ലോ ലൈറ്റ് കണ്ടീഷനിൽ നോർമൽ മോഡിൽ എടുത്ത ഒരു ഫോട്ടോ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്കൊരു നല്ല റിസൾട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമ്മൾ മറ്റ് ഫോണുകളൊക്കെ ആയിട്ട്, അതായത് ഇപ്പോൾ റിയൽമി 6ഉം റിയൽമി 6 Pro, സാംസങ് M31 അതിനേക്കാളൊക്കെ ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് പോക്കോ X2 നോർമൽ നൈറ്റ് മോഡിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നൈറ്റ് മോഡിൽ എടുത്ത ഒരു ഇമേജ് ആണ്. ഇവിടെ നമുക്ക് കുറേ കൂടി എൻഹാൻസ്ഡ്, അതായത് നോർമൽ മോഡിൽ നമ്മൾ നൈറ്റിൽ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് നൈറ്റ് മോഡിൽ ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു പെർഫെക്ഷനും നമുക്ക് നൈറ്റ് മോഡിൽ ലഭിക്കുന്നുണ്ട്. നമുക്ക് 2-3 നോർമൽ മോഡും നൈറ്റ് മോഡിലും എടുത്ത ഇമേജസിന്റെ സാമ്പിളും കൂടി നോക്കാം. റിയർ ക്യാമറ യൂസ് ചെയ്തെടുത്ത ഒരു വീഡിയോ സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെയും നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഈ ഒരു റിസൾട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു റേഞ്ചിൽ തന്നെയുള്ള റിസൾട്ട് തന്നെയാണ്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്തൊരു സെൽഫി ഇമേജ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെയും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ലോ ലൈറ്റ് കണ്ടീഷനിൽ ലഭിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്ത ഒരു വീഡിയോ സാമ്പിളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെയും നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ലോ ലൈറ്റ് കണ്ടീഷനിൽ നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസും വീഡിയോസൊക്കെയാണ് നമുക്ക് പോക്കോ X2 എടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിപ്പോൾ ഡയലൈറ്റ് കണ്ടീഷനിലാണെങ്കിലും ലോ ലൈറ്റ് കണ്ടീഷനിലാണെങ്കിലും പിന്നെ എല്ലാ മോഡിലും ഇപ്പോൾ നമുക്ക് വൈഡ് ആംഗിളിലാണെങ്കിൽ നമുക്ക് വൈഡായിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. വൈഡ് ആംഗിളിലാണെങ്കിലും നമുക്ക് നല്ല വൈഡായിട്ടുള്ള ഒരു ഏരിയ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ 64 മെഗാ പിക്സൽ മോഡിലും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് നമുക്ക് ലഭിച്ചു. അതുപോലെ മാക്രോ മോഡിലും നമുക്ക് അൾട്രാ മാക്രോ മോഡില്ല, മാക്രോ മോഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് ഒരു ഇൻകംപ്ലീറ്റ്നെസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു അൾട്രാ മാക്രോ മോഡ് കൂടി ആയിരുന്നെങ്കിൽ കുറേയും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് മാക്രോ
ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് ലഭിച്ചേനെ. പിന്നെ അതുപോലെ പോർട്രേറ്റ് ആണെങ്കിലും സെൽഫി ഇമേജസ് ആണെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിലും. പിന്നെ നമുക്കൊരു നെഗറ്റീവ് തോന്നിയത് നമുക്ക് സ്ലോ മോഷൻ വീഡിയോ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതുപോലെ 4K വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ അതൊന്നും നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഒരുപാട് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാലും സാംസങ് M31 ഒക്കെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ സ്ലോ മോഷൻ ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ റെഡ്മിയുടെ അതുപോലെ തന്നെ റിയൽമിയുടെ 6 Proയിലും നമുക്ക് ഫ്രണ്ട് ക്യാമറ സ്ലോ മോഷൻ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ വരുന്ന റെഡ്മിയുടെ Note 9 Proയിലും Pro Maxിലും ഒക്കെ ഫ്രണ്ട് ക്യാമറ സ്ലോ മോഷൻ ഒക്കെ ഇനേബിൾ ആയിരിക്കും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ക്യാമറ ഫോണാണ്. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് നല്ലൊരു ക്യാമറ ഫോൺ തന്നെയാണ്. അതിപ്പോൾ ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ബാക്ക് ക്യാമറ ആണെങ്കിലും. അപ്പോൾ Poco X2ൻ്റെ മറ്റ് വിശേഷങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗീവുകൾ നമ്മുടെ ചാനൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.